നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. ഒരിക്കൽ ശിഷ്യൻ തൻ്റെ ഗുരുവിനോടൊരു ചോദ്യം ചോദിച്ചു. ഗുരുവേ, ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യസാധ്യം നടക്കുമോ? ഗുരു: ക്ഷേത്രത്തിൽ ചെന്നാൽ ആ അന്തരീക്ഷത്തിൽ ഏകാഗ്രമായി ധ്യാനിക്കണം. സാധുക്കളോട് കാരുണ്യം കാട്ടണം. നല്ല മനസ്സിനെ വാർത്തെടുക്കണം. ജപ ധ്യാനാദികൾ നടത്തുക. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് കാര്യസാധ്യം ഉണ്ടാകില്ല. എന്നാൽ ഗുരുകുലങ്ങളിൽ പോയാൽ അത്ര ചെയ്തില്ലെങ്കിലും ഗുരുവിൻ്റെ കൃപയും തപശക്തിയും കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകും. നമ്മുടെ സത്പ്രവൃത്തികളെ കൊണ്ടുള്ള ചിന്ത മതി ഗുരുകൃപ നമ്മളിൽ എത്തും. മഹാത്മാക്കളിലെ തപസ്സിൻ്റെ ശക്തി നമ്മളിലേക്കൊഴുകും. അതിന് തക്ക ശക്തി അവരിലുണ്ട്. ഗുരുവിൻ്റെ വാക്കനുസരിക്കുമ്പോൾ അവിടുത്തെ കൃപയ്ക്ക് നാം പാത്രമാകുന്നു. മഹാത്മാക്കൾ തപസ് ചെയ്ത് പൂർണ്ണരായതുകൊണ്ട് അവർക്ക് നമ്മുടെ ദുഃഖം കണ്ട് കൃപ ചൊരിയാനുള്ള ശക്തിയുണ്ട്. എന്നാൽ ക്ഷേത്രങ്ങളിൽ അതുപോലെ ശക്തി പകരാൻ ഒരാളില്ല. ക്ഷേത്രങ്ങളിൽ നമ്മുടെ പ്രയത്നമാണ് അടിസ്ഥാനമായി വേണ്ടത്. ജപ ധ്യാനാദികളിലൂടെ നാം ശക്തി കണ്ടെത്തണം. കാരണം ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ പൊതുവെ തപസ്സികളാണെന്ന് പറയാൻ പറ്റില്ല. ഇവരിൽ അധികവും ജീവിക്കാൻ വേണ്ടി പൂജാവൃത്തി നടത്തുന്നവരാണ്. ഈശ്വരനോടുള്ള പ്രേമത്താൽ പൂജ ചെയ്യുകയാണെങ്കിൽ അവരിൽ ആധ്യാത്മിക ശക്തി കാണുമായിരുന്നു. നന്മ നിറഞ്ഞ മനസ്സിൽ മാത്രമേ ഈശ്വരകൃപ നിറയുകയുള്ളൂ. അതുകൊണ്ട് ക്ഷേത്രങ്ങളെ ആശ്രയിക്കുന്നവർ ശരിക്ക് സാധന ചെയ്യണം. ക്ഷേത്രത്തിൽ പോയാൽ സമർപ്പണ മനോഭാവം വേണം. ക്ഷേത്രത്തിൽ പോയാൽ സമർപ്പണ മനോഭാവം വേണം. ഭക്തിപൂർവം ഈശ്വര സ്മരണ ചെയ്യണം. എങ്കിൽ കാര്യസാധ്യം നടക്കും. നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് കാര്യസാധ്യം ഉണ്ടാകും. ഹരി ഓം നമഃ ശിവായ.